കരുനാഗപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് CR മഹേഷ് MLA അറിയിച്ചു. തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടമായി സെൻട്രൽ ബ്ലോക്ക് കെട്ടിടം 3 നിലകളിലായി നിർമ്മിക്കുന്നതിനാണ് ടെൻഡർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 12,393 സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് കോളേജിനായി നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5,197 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജിന്റെ കെട്ടിട നിർമ്മാണം നടത്തുന്നത്. അഗ്നിരക്ഷാ വാഹനങ്ങൾക്കുൾപ്പെടെ അവശ്യ സമയത്ത് പ്രവേശിക്കേണ്ടതിനാൽ IHRDയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി. ഇതിനായി MLAയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അനുവാദം ലഭ്യമാക്കുകയായിരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിർമ്മാണം നടത്തുന്നതിനാൽ വീണ്ടും എസ്റ്റിമേറ്റിലും ഘടനയിലും ആവശ്യമായ ഭേദഗതി വരുത്തുകയും കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം 18.85 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകുകയുമായിരുന്നു. സാങ്കേതിക അനുമതി ലഭ്യമാകാൻ കാലതാമസമുണ്ടായതിനാൽ CR മഹേഷ് MLAയുടെ നിർദ്ദേശപ്രകാരം മാർച്ചിൽ നിയമസഭാ കോംപ്ലക്സിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കിഫ്ബി അധികൃതരുടെയും യോഗം ചേർന്നു. ഏപ്രിൽ 5 ചേർന്ന സാങ്കേതിക കമ്മിറ്റിയിൽ അനുവാദം ലഭിച്ചു. മെയ് 5 ടെൻഡർ ചെയ്തത്. ആദ്യ ടെൻഡറിൽ ആരും തന്നെ പങ്കെടുത്തില്ല. റീടെൻഡർ ചെയ്താണ് നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതെന്ന് MLA പറഞ്ഞു. പള്ളിയിലെ വിദ്യാർത്ഥികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു തഴവ ഗവൺമെൻറ് കോളേജ്. ആദ്യം ബുദ്ധിമുട്ടിയത് സ്ഥലലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. വർഷങ്ങളോളം ആ സ്ഥലലഭ്യതയ്ക്ക് വേണ്ടി എല്ലായിടത്തും നോക്കി. അവസാനം IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവൺമെൻറ് കോളേജിന് വേണ്ടി 5 ഏക്കർ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിട്ടുതന്നു. കെട്ടിടം പണിയുന്നതിനുള്ള ഫണ്ടായി. പക്ഷെ പലപ്പോഴും ഈ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നട്ടം തിരികെയായിരുന്നു. ഇപ്പോഴതിൻ്റെ എല്ലാ കുരുക്കുകളും അഴിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ വന്ന് സന്ദർശനം നടത്തി. അപ്പോൾ ഇനി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ നമുക്ക് കല്ലിട്ട് വേഗത്തിൽ പണി പൂർത്തീകരിച്ച് ഈ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായി അടുത്ത അധ്യയന വർഷമെങ്കിലും കുട്ടികളെ പുതിയ കോളേജിലേക്ക് മാറ്റി പഠിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കിറ്റ്കോ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി അധികൃതർ IHRD എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായി സർക്കാർ അനുവദിച്ച സ്ഥലത്ത് പരിശോധന നടത്തി. CR മഹേഷ് MLAയുടെ നേതൃത്വത്തിലാണ് സ്ഥലപരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.